പ്രിയപ്പെട്ടവരെ, മലപ്പുറം അരീക്കോട് SOG കമാൻഡോ വിനീതിന്റെ ആത്മഹത്യയിൽ അന്വേഷണ സംഘം ക്യാമ്പിൽ ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. കൊണ്ടോട്ടി DYSP സേതുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. ഫോറൻസിക് സർജൻ ഡോക്ടർ ഹിതേഷ് ശങ്കറും സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട്. SOG ക്യാമ്പിലേക്ക് യൂത്ത് കോൺഗ്രസ് ഉടൻ പ്രതിഷേധ മാർച്ച് നടത്തും. മുബഷീർ P. അക്ബർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മുബഷീർ, അസിസ്റ്റന്റ് കമാൻഡന്റ് അജിത്തിനെതിരെ ഗുരുതര ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. അവിടേക്കാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഈ അസിസ്റ്റന്റ് കമാൻഡന്റ് അജിത്തിനെ മൊഴിയും രേഖപ്പെടുത്തുമോ, അജിത്തിനെ ചോദ്യം ചെയ്യുമോ? DYSP സേതുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ എവിടെയാണ് പരിശോധന നടത്തുന്നത്? അതായത് അരുൺകുമാർ, സംഭവം നടന്നു എന്ന് പറയപ്പെടുന്ന SOG ക്യാമ്പ് ഓഫീസിനുള്ളിലെ ശുചിമുറിയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള കൊണ്ടോട്ടി DYSP സേതുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇന്ന് രാവിലെയോടുകൂടി SOG ക്യാമ്പ് ഓഫീസിലെത്തുന്നത്. വിശദമായൊരു പരിശോധന തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെളിവ് ശേഖരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് കൂടി വേണം ഒരു പരിശോധനയെ കണക്കാക്കാൻ. അതോടൊപ്പം തന്നെ ഇദ്ദേഹം അവധി ലഭിക്കാത്തതിന്റെ മനോവിഷമത്തിലാണ് ആത്മഹത്യയിലേക്ക് പോയതെന്ന സൂചനകൾ പോലീസിന് ലഭിച്ചിരുന്നു. അത്തരമൊരു അനുമാനത്തിൽ തന്നെയായിരുന്നു പോലീസ് എത്തിയിരുന്നത്. അത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവധിയുമായി ഒക്കെ തന്നെ ബന്ധപ്പെട്ടുള്ള രേഖകളൊക്കെ തന്നെ പരിശോധിക്കുമെന്നുള്ളതാണ് DYSPയുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് സംഘത്തോടൊപ്പം പോലീസ് സർജനായിട്ടുള്ള ഹിതേഷ് ശങ്കറും അവിടെ പരിശോധനയ്ക്ക് എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെയായിരുന്നു പോസ്റ്റ്മോർട്ടം പൂർത്തിയായിരുന്നത്. അവിടെ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയായിരുന്നു വിനീതിൻ്റെ മരണം സംഭവിച്ചിരുന്നത്. അവിടെയുള്ള ഉദ്യോഗസ്ഥർ ഒരു മീറ്റിംഗ് കൂടുന്നതിനിടയിലായിരുന്നു അവിടെയുള്ള ജീവനക്കാരൻ്റെ AK-47 റൈഫിൾ ഉപയോഗിച്ചുകൊണ്ട് ശുചിമുറിയിലേക്ക് പ്രവേശിച്ച വിനീത് താടിയെല്ലിനു താഴെ കഴുത്തിന് മുകൾ ഭാഗത്തായി വെടിയുതിർത്തത്. ഒരൊറ്റ ബുള്ളറ്റിനാണ് വിനീതിൻ്റെ ശരീരത്തിൽ നിന്നും കണ്ടെത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റെന്തെങ്കിലും തരത്തിലുള്ള പൊരുത്തക്കേടുകൾ ഉൾപ്പെടെ ഉണ്ടോ എന്നതും ഈ ഒരു പരിശോധനയ്ക്ക് ശേഷമേ മനസ്സിലാകൂ എന്നുള്ളതാണ്. പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം SP മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞിരുന്നത് മരണകാരണം ഈ വെടിയുതിർത്തത് തന്നെയാണ്, മറ്റു ദുരൂഹതകളൊന്നും തന്നെയില്ല. പക്ഷേ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണെന്ന കാര്യത്തിൽ ഇപ്പോഴും വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നു. വിശേഷം പലതരത്തിലുള്ള ആരോപണങ്ങൾ പുറത്തുവന്ന പശ്ചാത്തലം വിനീത് തന്നെ സുഹൃത്തിനയച്ച സന്ദേശത്തിൽ മേലുദ്യോഗസ്ഥനെതിരായിട്ടുള്ള ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. അസിസ്റ്റന്റ് കമാൻഡായിട്ടുള്ള അജിത്തിനെതിരെ അവിടെ നേരത്തെ തന്നെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിരുന്ന പല നയങ്ങളിലും പല ഉദ്യോഗസ്ഥർക്കും കടുത്ത സമ്മർദ്ദങ്ങളുണ്ടായിരുന്നു. കൃത്യമായിട്ടും അവധി ലഭിക്കാത്തൊരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അവയൊക്കെ തന്നെ അന്വേഷണ പരിധിയിൽ വരുമെന്നുള്ളതായിരുന്നു SP പറഞ്ഞിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് ഇവരിൽ നിന്നൊക്കെ തന്നെ വിവരങ്ങൾ ശേഖരിക്കുമെന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചോദ്യം ചെയ്യൽ പോലെയുള്ള പരിപാടികളിലേക്ക് ഈ ഒരു ഘട്ടത്തിൽ കടക്കില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. കസ്റ്റഡി പോലെയുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. വിശദമായ മൊഴിയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ സംഭവം ഉണ്ടായ ഉടനെ തന്നെ ആ ഒരു മേഖലയിലെത്തി മഹസർ ഉൾപ്പെടെ തയ്യാറാക്കിക്കൊണ്ട് പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിനാണ് നിലവിൽ കൊണ്ടോട്ടി പോലീസ് കേസെടുത്തിരിക്കുന്നത്. കൊണ്ടോട്ടി DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കസ്റ്റഡിയും പ്രതിഷേധ മാർച്ചുമായിട്ടെത്തും. അവരുടെ ആവശ്യം എന്താണ് മുബഷീർ? നേരത്തെ തന്നെ കോൺഗ്രസ് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയതാണ് അരുൺകുമാർ. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ളതാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. അത് ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെ കോൺഗ്രസ് SOG ക്യാമ്പ് ഓഫീസിലേക്ക് കോൺഗ്രസിന്റെ വലിയൊരു പ്രതിഷേധ മാർച്ച് ഉണ്ടായിരുന്നു. T. സിദ്ദിഖ് MLA വയനാട്ടിൽ നിന്ന് അരീക്കോട് SOG ക്യാമ്പിന്റെ ഓഫീസിന് മുൻപിലെത്തി പ്രതിഷേധിച്ച കാഴ്ച നമ്മൾ കണ്ടതാണ്. സമാനമായ ആവശ്യം ഉന്നയിച്ച് തന്നെയാണ് യൂത്ത് കോൺഗ്രസും പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. വിശേഷം SOG ക്യാമ്പിനുള്ളിൽ നേരത്തെയും സമാനമായ ആരോപണങ്ങൾ, പരാതികൾ, സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടായ പശ്ചാത്തലത്തിൽ ഏറ്റവും ഒടുവിൽ അതിന്റെ ഇരയായി വിനീത് കൂടി മാറിയ പശ്ചാത്തലത്തിലാണ് വലിയ പ്രതിഷേധങ്ങളിലേക്ക് കോൺഗ്രസ് കടക്കുന്നത്. വരും ദിവസങ്ങളിലും ലീഗിന്റെ പ്രതിഷേധം ഉൾപ്പെടെ അവിടെ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷം ഈ ഒരു വിഷയം ഏറ്റെടുക്കുന്നു. സ്വാഭാവികമായിട്ടും ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തിയുള്ള അന്വേഷണത്തിലേക്ക് പ്രതിപക്ഷം ആ ഒരു ആവശ്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ കാഴ്ച. തീർച്ചയായിട്ടും അന്വേഷണം ഉണ്ടാവട്ടെ. അസിസ്റ്റന്റ് കമാൻഡന്റ് അജിത്തിനെ കൂടി അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തുക. അതിനുശേഷം അജിത്ത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷാ നടപടികൾക്ക് വിധേയരാക്കണം. തുടർച്ചയായിട്ടും 3 പേരാണ് അജിത്തിനെതിരെ ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഒന്ന് മരിച്ചുപോയ വിനീത്, മറ്റൊന്ന് ഒരു മുൻ വനിതാ ഉദ്യോഗസ്ഥ, അതിനുശേഷം ഇപ്പോൾ മുബഷീർ എന്ന നേരത്തെ സർവീസിലുണ്ടായിരുന്ന ഹവീൽദാറും.